രാജ്യസഭാ സീറ്റ് വിവാദത്തെ ചൊല്ലിയുള്ള കലഹം കോൺഗ്രസിൽ മൂർച്ഛിക്കുന്നു. നേതൃമാറ്റം ആവശ്യപ്പെട്ടും നേതൃത്വത്തെ പരസ്യമായി വിമർശിച്ചും കൂടുതൽ നേതാക്കൾ രംഗത്തെത്തി. അതിനിടെ ഉമ്മൻചാണ്ടിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നുവെന്ന വിമർശനം എ ഗ്രൂപ്പിനുണ്ട്. രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് നൽകി തീരുമാനമുണ്ടായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിഷേധങ്ങൾക്ക് ഒട്ടും കുറവില്ല. പഴയ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ പി.ടി. തോമസ് നേതൃമാറ്റം പരസ്യമായി ആവശ്യപ്പെടുകയാണ്. രാജ്യസഭാ സീറ്റ് വിട്ടു നൽകിയ നടപടിയെ പി.ടി. തുറന്നെതിർക്കുന്നു. കെ.എം. മാണിയെ മുന്നണിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എങ്കിൽ അങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യകത കോൺഗ്രസ് നേതൃത്വത്തിലും UDF-ലും ചർച്ച ചെയ്ത് ആ വിവരം കേന്ദ്ര ഹൈക്കമാൻഡിനെ അറിയിക്കേണ്ട ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നതിലാണ് ഞാൻ ഈ കാര്യത്തിലുള്ള എൻ്റെ അഭിപ്രായ വ്യത്യാസം പറയുന്നത്. ഈ 3 നേതാക്കന്മാരും കൂടെ നടത്തുന്ന ഏതെങ്കിലും ഒരു രഹസ്യ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നാളത്തെ ഭാവി തീരുമാനിക്കപ്പെടുന്നു എന്നുള്ളത് ശരിയായ ഒരു നടപടിയല്ല. പാർട്ടിക്കുള്ളിൽ തികച്ചും ജനാധിപത്യ രീതിയിൽ സ്വീകരിക്കേണ്ട മര്യാദ ലംഘിക്കപ്പെട്ടു പോകുന്നത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന നിലപാടിലാണ് KSU. തൃശൂർ ജില്ലാ കമ്മിറ്റി ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കി. അതേസമയം ഉമ്മൻചാണ്ടിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനാണ് ഇപ്പോഴത്തെ നീക്കങ്ങളെന്ന് എ ഗ്രൂപ്പിന് പരാതിയുണ്ട്. തീരുമാനങ്ങളിൽ രമേശ് ചെന്നിത്തലയ്ക്കും ഉത്തരവാദിത്തമുണ്ടെന്നിരിക്കെ ഐ ഗ്രൂപ്പ് ഇക്കാര്യത്തിൽ പാലിക്കുന്ന മൗനം ഇവരെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നു. ശരിയായ ഒരു നടപടിയാണ്. ഒരു കോൺഗ്രസിന്റെ ഒരു നേതാവിനോ പ്രവർത്തകനോ ഒരു പരാതി ഉണ്ടെങ്കിൽ പാർട്ടിയിലാണ് പരാതി പറയേണ്ടത്. അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റിനാണ് പരാതി പറയുമെന്ന് പറഞ്ഞത് ഏറ്റവും ഉചിതമായ തീരുമാനമാണ്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ് കോൺഗ്രസ് അധ്യക്ഷൻ. അപ്പം പരാതി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ശരിയായ വിവരം അദ്ദേഹത്തിന് അതറിയാനും അവസരം കിട്ടും. ഒന്ന്, യുവ MLA-മാരെ അദ്ദേഹത്തിനെതിരെ ഞാൻ തിരിച്ചു വിട്ടുമെന്നാണ്. അതിന് മറുപടി ഞാനല്ല, പറഞ്ഞാലും നിഷേധിച്ചാലും പുള്ളി അംഗീകരിക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് മറുപടി പറയേണ്ടത് യുവ MLA-മാരാണ്. PJ കുര്യന്റെ കടുത്ത ആരോപണങ്ങളോട് ആദ്യം മനസ്സ് തുറക്കാതിരുന്ന ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. ഹൈക്കമാൻഡിൽ പരാതി നൽകുമ്പോൾ കുര്യൻ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നാണ് നിലപാട്. ഇതിനിടെ K.M. മാണിയുടെ രാഷ്ട്രീയ വിശ്വാസ്യത ചോദ്യം ചെയ്ത് VM സുധീരൻ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. ഇല്ലാത്ത പ്രതിഷേധം, എതിർപ്പ് കോൺഗ്രസ് പ്രവർത്തകർക്ക് വന്ന ഏതെങ്കിലും ഒരു സംഭവമുണ്ടോ? ഒരു കാര്യം കൃത്യമായി വിലയിരുത്തണം. ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും തീരുമാനമെടുക്കുമ്പോൾ അണികളുടെ, പാർട്ടിയുടെ വിപുലമായ തലത്തിലുള്ള സഹപ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞു മാത്രമേ വിജയകരമായ ഫലപ്രദമായ തീരുമാനവുമായി AK ആന്റണി പ്രതിസന്ധിയിൽ ഇടപെടണമെന്നാണ് പന്തളം സുധാകരന്റെ നിലപാട്. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് പ്രൊഫസർ KV തോമസും പ്രതികരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കലാപത്തിനിടെ KPCC-യുടെ നിർണായക നേതൃയോഗങ്ങൾ നാളെ മുതൽ. നേതൃത്വത്തെ പ്രമുഖ നേതാക്കൾ തന്നെ പരസ്യമായി വെല്ലുവിളിച്ച സാഹചര്യത്തിൽ KPCC യോഗം രൂക്ഷമായ വാഗ്വാദങ്ങളും ചേരിപ്പോരുകൾക്കും ഇടവയ്ക്കും. ഇതിനിടെ നേതൃത്വം നേരിട്ടിറങ്ങിയുള്ള സമവായ നീക്കങ്ങളും ആരംഭിച്ചു. ഗ്രൂപ്പ് നീക്കങ്ങളല്ല, മറിച്ച് ഗ്രൂപ്പിന് അതീതമായി ഉണ്ടായ പൊതുവികാരമാണ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തങ്ങളുടെ വിശ്വസ്തരായി കണ്ട പലരും രാജ്യസഭാ സീറ്റ് വിവാദത്തിൽ എതിർചേരിയിലാണ്. 2 പ്രധാന വെല്ലുവിളികളാണ് KPCC നേതൃത്വത്തിന് മുന്നിലുള്ളത്. ഒന്ന്, പാർട്ടിയുടെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടുവെന്ന് വിമർശനമുയരുന്ന വിവാദം എങ്ങനെ വിശദീകരിച്ച് തൽക്കാലത്തേക്കെങ്കിലും വെടിനിർത്തൽ സാധ്യമാക്കും. MLA-മാരടക്കം പാർട്ടി നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നതിനാൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ടുറപ്പിക്കുക എന്ന വെല്ലുവിളി അടുത്തത്. രാഷ്ട്രീയകാര്യ സമിതിയെ നോക്കുകുത്തിയാക്കി മൂവർ സംഘം തീരുമാനമെടുത്തുവെന്നാണ് ആരോപണം. അത് വളരെ ശരിയായ ഒരു നടപടിയാണ്. ഒരു കോൺഗ്രസിന്റെ ഒരു നേതാവിനോ പ്രവർത്തകനോ ഒരു പരാതി ഉണ്ടെങ്കിൽ പാർട്ടിയിലാണ് പരാതി പറയേണ്ടത്. അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റിനാണ് പരാതി പറയുമെന്ന് പറഞ്ഞത് ഏറ്റവും ഉചിതമായ തീരുമാനമാണ്. അദ്ദേഹത്തിനെതിരെ ഞാനൊരു ഗൂഢാലോചന നടത്തി കോൺഗ്രസ് അധ്യക്ഷനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ്. അതിന് മറുപടി പറയേണ്ടത് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റുമാണ്. ഞങ്ങൾ 3 പേരുകൂടിയാണ് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അതിന് മറുപടി പറയേണ്ടത് അവരാണ്. UDF യോഗത്തിന് ശേഷവും പിന്നീടും നേതാക്കൾ നടത്തിയ വിശദീകരണം ഒട്ടും ഫലം ചെയ്തില്ല. പരസ്യ പ്രതികരണങ്ങൾ വിലക്കുക പോലുള്ള നിർദ്ദേശങ്ങൾ യോഗത്തിൽ ഉയർന്നേക്കാം. പക്ഷേ നേതൃത്വം ഇത്ര കണ്ട് വിമർശനമേൽക്കുന്ന പ്രതിസന്ധി സംസ്ഥാന കോൺഗ്രസിൽ സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. കടുത്ത വാക്പോരുകൾക്കും രാഷ്ട്രീയ നീക്കങ്ങൾക്കും വരെ ഇന്ദിരാഭവൻ സാക്ഷ്യം വഹിച്ചേക്കാം. ഇതിനിടെ KPCC യോഗം മുന്നിൽ കണ്ട് സമവായ നീക്കങ്ങൾക്കും ശ്രമം ആരംഭിച്ചിട്ടുണ്ട്.
ഹൈക്കമാൻഡിനെ ഇടപെടുത്തി വെടിനിർത്തലിനും സാധ്യതയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.